ഹലോ, നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ തന്നെ തൊണ്ട് കുളിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ കുറച്ച് നേരം ഈ ഉള്ളിയൊക്കെ വെള്ളത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയുമ്പോൾ കണ്ണെരിയില്ല. എന്തായാലും സംഭവം സത്യമാടോ, കണ്ണെരിഞ്ഞില്ല. അങ്ങനെ ഞാൻ കുറച്ച് ചുവന്നുള്ളി, ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ടാവേ, 2 സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അരിഞ്ഞ് നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സവാളയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടേ, പച്ചമുളക്, വേപ്പില. ഇന്നൊരു നാടൻ കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുള്ളൂ. പാത്രം കണ്ട് ആരും പേടിക്കണ്ട. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ 2 വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് ചെറിയൊരു കുത്തൽ പോലെ വരില്ലേ, അതാണ് നമ്മുടെ ആ ഒരു പാകം എന്ന് പറയാം കേട്ടോ. അപ്പം അത്രയും ആവുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ പീസിലും ഒരേപോലെ മസാല പിടിക്കുന്ന പോലെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡിലിരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് വേവുന്നത് നമ്മുടെ തേങ്ങാപ്പാലിലാണ്. നമ്മൾ ആദ്യം 2ാമത്തെ പാലാണ് ഒഴിക്കുന്നത്, പിന്നെ 1ാം പാലും കൂടി ഒഴിച്ചിട്ട് ആണ് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു കപ്പോളം 2ാം പാല് ഞാൻ ഒഴിക്കുന്നുണ്ടേ. അപ്പോൾ അത് ഏതായാലും നന്നായിട്ട് അതിനകത്ത് ഇരുന്ന് വറ്റി അതിൽ തന്നെ വേണം ഇരുന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനത് ഈ പാലിൽ തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അടുക്കി പിടിക്കുന്നുണ്ടോ, വെന്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും അവിടെ ഇരുന്ന് വേവട്ടെ. ബൈ ദ ബൈ, നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർ നമ്മുടെ ഗൗരിയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയുടെ ID ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ മാസവും നമുക്ക് ഗീവ് അവേ ഉണ്ട്. അപ്പോൾ ഈ മാസത്തെ ഗീവ് അവേ പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാം. അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, അത് ഒരു ഉരുളക്കിഴങ്ങല്ല, സോറി 2 ഉരുളക്കിഴങ്ങ് കൂടി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു കൊഴുപ്പ്, അതേപോലെ എക്സ്ട്രാ ഇങ്ങനെ നമ്മുടെ ഉപ്പൊക്കെ കുറച്ച് കൂടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക, കുറച്ച് ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞു പോയതുകൊണ്ട് അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം കറിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വെന്തോന്നൊക്കെ ആയിട്ടോ നോക്കുന്നത്, വെന്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ 1ാം പാൽ കൂടി ഒഴിച്ച് കറി അങ്ങോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 1ാം പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി അധികം നേരം നമ്മൾ തിളപ്പിക്കുന്നില്ല, കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എരിവ്, പാലൊക്കെ കൂടി ഒഴിച്ചു വന്നപ്പോൾ എരിവ് കുറച്ചൊന്ന് ടിമ്മായ പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ഇട്ടാൽ കുറച്ച് എരിവ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് 3 ടീസ്പൂൺ എന്തോ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നമ്മുടെ കറിയൊക്കെ ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനിത് കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്, പക്ഷേ ഇതുവരെ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2-3 പ്രാവശ്യം ഞാനത് പോസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ എന്തെങ്കിലും എററൊക്കെ കാണിച്ചിട്ട് അത് അപ്ലോഡ് ആകാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ അതിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.